ഹലോ, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഐലൈനർ എങ്ങനെയാണ് കറക്റ്റായിട്ട് ഇടുക എന്നുള്ളതല്ല, ഞാൻ എൻ്റെ കണ്ണുമ്മൽ എങ്ങനെയാണ് ഇടാറ് എന്നുള്ളതാണ് കേട്ടോ കാണിച്ചു തരാൻ വേണ്ടി പോണത്. പിന്നെ ഞാൻ കണ്ണ് അടിയിൽ എഴുതാറില്ല, മുകളിൽ മാത്രമാണ് ഞാൻ എഴുതൽ. എനിക്കതും മാത്രമാണ് ഇഷ്ടം. ഓക്കെ, അപ്പോൾ ഞാൻ എൻ്റെ കണ്ണിൻ്റെ അടിയിലും മുകളിലൊക്കെ എനിക്ക് ഡാർക്കിൾസ് ഉണ്ടായതുകൊണ്ട് ഞാൻ ഫൗണ്ടേഷൻ വെച്ച് സെറ്റ് ചെയ്യാറാണ് ചെയ്യൽ. അത് കഴിഞ്ഞിട്ട് ചിലപ്പോൾ ഞാൻ ഐഷാഡോ ഇടും. ഐഷാഡോ എനിക്ക് ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഫൗണ്ടേഷനാണ് ചെയ്ത് സെറ്റാക്കിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന ഐലൈനർ വെച്ചിട്ടുണ്ടെങ്കിൽ ഡാസ്ലിയർ ഞാൻ മുകളിൽ മാത്രം എഴുതുന്ന ആളാണ്. എൻ്റെ ഐഡൻറ്റിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ണ് മുകളിൽ മാത്രം എഴുതാന്നുള്ളതാണ് കേട്ടോ. ഓക്കെ, ഞാൻ ഐലൈനർ വെച്ചിട്ടാണ് ശരിക്കും പറഞ്ഞാൽ എഴുതാറ്. വേറെ ഒന്നും ഞാൻ സ്റ്റിക്കോ കാര്യങ്ങളോ ഒന്നും വെച്ചിട്ട് ചെയ്യാറില്ല. അപ്പോൾ ഞാൻ എങ്ങനെയാണ് കറക്റ്റായിട്ട് ഇടുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഐലാഷ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം എന്നറിയോ, ഒരിക്കലും ഐലാഷ് ഇട്ടതിന് ശേഷം നിങ്ങൾ ഐലൈനർ യൂസ് ചെയ്യാതെ ഇരിക്കുക. കാരണം ചിലർക്ക് അതാണ് പെർഫെക്റ്റ് ആക്കി ഇടാൻ പറ്റാത്തത്. ഞാൻ പലവട്ടം കണ്ടിട്ടുണ്ട്, ആദ്യം എല്ലാവരും ഐലാഷ് ഇങ്ങനെ കറക്റ്റ് ഫില്ലാക്കിയിട്ട് ഐലൈനർ യൂസ് ചെയ്യും. അതായത് മുകളിൽ ഇടുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാണ്ടിരിക്കുക കേട്ടോ. പിന്നെ നമ്മൾ കണ്ണിങ്ങനെ ഓപ്പൺ ആക്കി തുറക്കുക അല്ലെങ്കിൽ അടിയിക്കാക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മുടെ കണ്ണിൻ്റെ ഷേപ്പ് എങ്ങനെയാണോ അതിനനുസരിച്ച് നമ്മൾ കറക്റ്റായിട്ട് ഇങ്ങനെ വലിച്ചു കൊടുന്നാൽ മതി. പിന്നെ നമുക്ക് എവിടെ നിന്നാണോ കുറച്ച് കൂട്ടാൻ ആഗ്രഹമുള്ള ആ ഭാഗത്ത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് എന്താ ചെയ്യുക, കൂട്ടി കൊടുക്കുക. അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് ചെയ്യാറ്. പിന്നെ വിഗ്നഡ് ആയിട്ടുള്ള ലൈൻ ഞാൻ വരച്ചു കൊടുക്കാറില്ല കേട്ടോ. എനിക്കിങ്ങനെയാണ് ഇഷ്ടം. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നത്. നമ്മൾ കണ്ണ് അതായത് പൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അത്ര പെർഫെക്റ്റ് ആയിട്ട് കിട്ടുമല്ലോ. പക്ഷെ നമ്മൾ കണ്ണ് തുറക്കുമ്പോണ്ടല്ലോ ഭയങ്കര ഷേപ്പായിരിക്കും. ഞാൻ നെക്സ്റ്റ് കണ്ണ് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഇത് റൈറ്റ് ആയതിനെ കൊണ്ട് നമുക്ക് ഒരിക്കലും പെർഫെക്റ്റ് ആയിട്ട് കിട്ടൂല. പക്ഷെ നമ്മൾ എന്ത് ചെയ്യാമെന്നറിയോ, നമ്മുടെ നമുക്ക് ഷേപ്പ് ആവില്ല. നമ്മൾ വിചാരിക്കും ഷേപ്പ് ആവുമെന്ന്, പക്ഷെ അങ്ങനെയല്ല. അതെല്ലാവർക്കും വന്നിട്ടുള്ളൊരു തെറ്റാണ്. കാരണം എന്നോട് കുറേ ആൾക്കാർ ചോദിക്കാറുണ്ട്, ഈ നമുക്ക് റൈറ്റ് സൈഡിലുള്ള കണ്ണുമ്പോൾ നമുക്ക് ഐലൈനർ ഇടാൻ പറ്റുന്നില്ല, അതെന്താണ് അങ്ങനെ ഷേപ്പ് ആവുന്നില്ല എന്നുള്ളത്. കാരണം അത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഭാഗത്ത് ഒരിക്കലും നമുക്ക് ഷേപ്പ് ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഐഡിയക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്താ ജസ്റ്റ് ഇങ്ങനെ വലിച്ചെടുത്താൽ മതി. ആ ഒരു ലൈൻ നമ്മുടെ കണ്ണിൻ്റെ ആ ഒരു ഷേപ്പ് ഉണ്ടല്ലോ, അവിടെ നമ്മളിങ്ങനെ വരച്ചു കൊടുത്താൽ കുറച്ച് കഴിഞ്ഞാൽ അതൊരു ഫുള്ളായിട്ട് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഭംഗിയായിട്ട് തോന്നും. അപ്പോൾ ഓക്കെ, ഞാനൊരു വാലങ്ങനെ ഇട്ട് കൊടുക്കാറില്ല, എനിക്കിഷ്ടമല്ല. ചെറിയ രീതിയിലൊന്നും ഇട്ട് കൊടുക്കുന്നല്ലാണ്ട് കുറച്ച് കയറ്റി കൊടുക്കൂട്ടോ, അത്രേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ പഠിപ്പിച്ചു തരല്ല നിങ്ങൾക്ക്, ഞാൻ ഇങ്ങനെയാണ് ഇടാറ്. ഇങ്ങനെ തന്നെയാണ് ശരിക്കും ഇടാറ്. കുറേ ആൾക്കാർ എന്നെ കണ്ടിട്ടുണ്ട്, അവർക്ക് തന്നെ അറിയാം ഞാൻ ഇങ്ങനെയാണ്. ഞാൻ ഒരിക്കലും അടിയിലൊന്നും ഇടാറില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയോളം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു.